മാനവജനതയെ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് നയിക്കുവാൻ കർത്തൃശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹ AD 52 ഇന്ത്യയിലെത്തുകയും തുടർന്ന് കേരളത്തിലെ വടക്കൻ മേഖലയിൽ വന്നിറങ്ങുകയും വടക്കൻ പറവൂർ എന്ന പ്രദേശത്ത് എത്തിച്ചേരുകയും ആ പ്രദേശങ്ങളിൽ സുവിശേഷമറിയിക്കുകയും അദ്ദേഹം പകർന്നുകൊടുത്ത വിശ്വാസം തിരിച്ചറിഞ്ഞ കള്ളി, കാളിയാങ്കൽ, ശങ്കരപുരി, പകലോമറ്റം തുടങ്ങിയ അന്നത്തെ പ്രധാന കുടുംബങ്ങളിലെ അംഗങ്ങൾ ക്രിസ്തുവിശ്വാസത്തിലേക്കും നസ്രാണി പാരമ്പര്യത്തിലേക്കും എത്തുകയും ചെയ്തു. തുടർന്ന് വിശുദ്ധ മാർത്തോമാ ശ്ലീഹ കേരളത്തിൽ 7 പള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിലൊന്നാണ് വടക്കൻ പറവൂർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ടക്കാവ് പള്ളി. അവിടെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടവർ ക്രിസ്തുവിനെപ്പറ്റി കൂടുതലായി അറിയുകയും എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിൽ അടിയുറച്ചു നിൽക്കുകയും അവിടെയുണ്ടായിരുന്നവർ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ കരങ്ങളാൽ സ്നാനമേറ്റ് ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് റമ്പാൻ പാട്ടിൽ പറയുന്നത്. ആ ദേശത്ത് ജീവിതം കെട്ടിപ്പടുത്തിയിരുന്ന കള്ളി, കാളിയാങ്കൽ, ശങ്കരപുരി, പകലോമറ്റം എന്നീ കുടുംബങ്ങളിൽ ഒന്നായിരിക്കുന്ന ശങ്കരപുരി കുടുംബത്തിൻ്റെ തായ്വേരായിരിക്കുന്ന ശങ്കരത്തിൽ കുടുംബത്തിൻ്റെ ചരിത്രം ഇവിടെ ആരംഭം കുറിക്കുന്നു. പ്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ശങ്കരത്തിൽ ആഗോള കുടുംബസംഗമത്തിൻ്റെ ഈ 3ാമത് യോഗത്തിൽ വന്ന് പങ്കെടുത്തിരിക്കുന്ന സഹോദരങ്ങളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനം. ലോകത്തിൻ്റെ തന്നെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അഥവാ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകമായ ഒരുക്കത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ഈ ആഗോള കുടുംബസംഗമത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. കാരണം 3ാമത് ശങ്കരത്തിൽ ആഗോള കുടുംബസംഗമമാണ് നടക്കുന്നത്. 2014 2019 2 സംഗമങ്ങൾ ഇപ്രകാരം നടന്നു. ആ 2 സംഗമങ്ങളിലും 3ാമത് സംഗമത്തിലും പങ്കെടുക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകാം. ആദ്യമായിട്ട് ഈ സംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകളും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഞാൻ വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് വ്യക്തിപരമായി നേരിട്ട് കണ്ടിട്ടില്ലാത്തവരും അറിവിൽ പെടാത്തവരുമായ ധാരാളം ആളുകളെ ഈ കഴിഞ്ഞ 10 വർഷങ്ങളിലൂടെ കാണുന്നതിനും കേൾക്കുന്നതിനും പരിചയപ്പെടുന്നതിനും ഒക്കെ ഈ സംഗമത്തിലൂടെ സാധിച്ചു. അതെൻ്റെ വ്യക്തിപരമായൊരു അനുഭവം മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും അനുഭവം അതുതന്നെയാണ്. ഇങ്ങനെയുള്ള കുടുംബസംഗമത്തിൽ വന്നു ചേരുമ്പോഴാണ് അതിന് സന്തോഷം, പരസ്പരം കാണുന്നതിന്, പരസ്പരം പരിചയപ്പെടുന്നതിന്, ബന്ധങ്ങൾ തിരിച്ചറിയുന്നതിന് ഒക്കെ നമുക്ക് സാധിക്കുന്നത്. വേരുകൾ തേടിയുള്ള യാത്രയിൽ നമുക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യം അടുത്ത ഒരു തലമുറയെ ഇതിലേക്ക് ബന്ധിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ്. ഇന്ന് വിദേശത്തേക്കുള്ള വിവിധ രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ സംസ്കാരമാണെന്നുള്ളത്. ഈ കുടിയേറ്റത്തിൻ്റെ കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് കുടിയേറിക്കഴിഞ്ഞാൽ ചെന്നെത്തുന്ന രാജ്യത്തിൽ നാം എത്തിക്കഴിയുമ്പോൾ നമ്മുടെ സ്വന്തം സംസ്കാരം, സ്വന്തം ഭാഷ, സ്വന്തം ഭക്ഷണ രീതി, ബന്ധങ്ങൾ ഒക്കെ അറിഞ്ഞും അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പുതിയൊരു സംസ്കാരത്തിന് വിധേയരാകുമ്പോൾ പലതും നഷ്ടപ്പെടുന്നു. ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പുതിയ രാജ്യത്തിൽ ജീവിക്കുന്നതിനും അവിടെ സമ്പാദിക്കുന്നതിനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണെങ്കിലും നാം അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി കാര്യങ്ങൾ, സംസ്കാരവും മൂല്യങ്ങളും ബന്ധങ്ങളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതിനെ വീണ്ടെടുക്കേണ്ടത് നമുക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രം നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് നാം തിരിച്ചറിയണം. ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് പരസ്പരം ബന്ധപ്പെടുന്നതിന് വാർത്താ മാധ്യമങ്ങളൊക്കെ ഏറെ അഡ്വാൻസ് ആയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിലൂടെ നമുക്ക് നമ്മുടെ ബന്ധങ്ങൾ തിരിച്ചറിയുന്നതിനും തലമുറകൾ പരസ്പരം ബന്ധമറിയുന്നതിനൊക്കെ നമുക്ക് സാധിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരോടുമുള്ള എൻ്റെ സന്തോഷം അറിയിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ
അടുത്ത 5-ാം വർഷം 2029 നമുക്ക് 4ാമത് കുടുംബസംഘം ഉണ്ടാകണം. അങ്ങനെ ഓരോ 5 വർഷം കൂടുമ്പോഴും ഈ ശങ്കരത്തിൽ ആഗോള കുടുംബസംഘവും കൂടുന്നതിന് തക്ക വിധത്തിൽ അടുത്ത ഒരു തലമുറ ഈ ചുമതല ഏറ്റെടുക്കണം. അതിൻ്റെ ഉത്സാഹത്തോടുകൂടി താല്പര്യത്തോടുകൂടി ആ ചുമതല ഏറ്റെടുക്കണമെന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആ നൂറ്റാണ്ടിൽ ക്രിസ്തുമത വിശ്വാസികൾ നേരിട്ട പ്രതിസന്ധിയായിരുന്നു നിർബന്ധിത മതപരിവർത്തനവും മതപീഡനവും. തന്മൂലം ശങ്കരപുരി ഉൾപ്പെടെയുള്ള ക്രിസ്തുമതം സ്വീകരിച്ച കുടുംബങ്ങൾ വടക്കൻ പറവൂർ ദേശത്തുനിന്ന് പാലായനം ചെയ്ത് കുറവിലങ്ങാട് എത്തിച്ചേർന്നുവെന്ന് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കാം. ഇവരുടെ പിൻതലമുറക്കാർ കുറവിലങ്ങാട് എത്തിയതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എത്രയും സ്നേഹം നിറഞ്ഞ ശങ്കരത്തിൽ കുടുംബാംഗങ്ങളെ, ശങ്കരത്തിൽ മഹാകുടുംബത്തിൽ അംഗമായി പിറക്കുവാൻ തക്കവണ്ണം ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ സർവേശ്വരനെ സ്തുതിക്കുന്നു. മറ്റേ കുടുംബങ്ങളിൽ നിന്നൊക്കെയും വളരെ വ്യത്യസ്തമുള്ള കുടുംബമാണ് നമ്മുടെ ശങ്കരത്തി കുടുംബം. പൂർവ്വപിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന പ്രാർത്ഥനയുടെയും വിശ്വാസത്തിന്റെയും സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും പാതകൾ പിൻപറ്റിക്കൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം. നമ്മുടെ കുടുംബാംഗങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും പരസ്പര സ്നേഹവും കരുതലും കുടുംബം എന്ന് കേൾക്കുമ്പോഴുള്ള ഒരു പ്രത്യേക ഉന്മേഷവും ഒന്ന് വേറെയാണ്. ശങ്കരത്തിൽ കുടുംബത്തിന്റെ അടിവേരുകൾ ആരംഭിക്കുന്നത് കർത്തൃശിഷ്യനായ വിശുദ്ധ മാർത്തോമാ ശ്ലീഹായിൽ നിന്നാണ്. മാർത്തോമാ ശ്ലീഹായിൽ ജ്ഞാനസ്നാനം പ്രാപിച്ച നമ്മുടെ പൂർവികർ കൊടുങ്ങല്ലൂരും കുറവലങ്ങാട്ടും കോട്ടയത്ത് ഈരാട്ടുപേട്ടയ്ക്കടുത്തുള്ള തലയനാട്ടും താമസിച്ചിരുന്നു എന്നുള്ളതാണ് പൂർവികർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഈരാട്ടുപേട്ടയിലെ തലയനാട്ടിൽ നിന്നാണ് അവർ പന്തളത്തേക്ക് വന്നത്. പല കഴിവുകൾ ഉണ്ടായിരുന്ന നമ്മുടെ പൂർവികർ പന്തളത്ത് വന്നപ്പോൾ പന്തളത്ത് രാജാവ് വളരെ നല്ല സ്വീകരണമാണ് അവർക്ക് കൊടുത്തത്. രാജകൊട്ടാരത്തിൽ അവർക്ക് ഉന്നതമായ പദവികൾ ലഭിച്ചിരുന്നു. പന്തളത്ത് രാജ്യത്തിന്റെ കിഴക്കുള്ള കരങ്കാട്ടിൽ, ഇന്നത്തെ കടയ്ക്കാട്, അവിടെ അവർക്ക് താമസിക്കാൻ തക്കവണ്ണം സ്ഥലം കൊടുത്തു. തലനാട് പള്ളിയിൽ ഇന്ന് കാണുന്ന 5 കല്ലറകൾ നമ്മുടെ പൂർവികരുടേതാണ്. അവരുടെ പേരോ അവരെപ്പോൾ വന്നെന്നോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തോ എന്ന് മരിച്ചെന്നോ ഒന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഒന്ന് നമുക്കറിയാം, അവർ പുണ്യവാന്മാരായ വിശുദ്ധ പിതാക്കന്മാരാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ പുണ്യപിതാക്കന്മാർ ആപത്തിലും ദുഃഖങ്ങളിലും പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും അവരെപ്പോഴും നമുക്ക് തുണയാം. അവിടെ കവർന്നിരിക്കുന്ന പുണ്യപിതാക്കന്മാരുടെ കവറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ചു മടങ്ങുമ്പോൾ അനിർവചനീയമായ ഒരു ആനന്ദമാണ്, ഒരു സുഹൃതമാണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. ഇന്ന് ജാതി മത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് തലനാട് പള്ളിയിൽ വന്ന് പുണ്യപിതാക്കന്മാരുടെ അനുഗ്രഹം പ്രാപിക്കുന്നത്. ഇവിടെ നിന്നാണല്ലോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ പല സ്ഥലങ്ങളിലേക്ക് മാറി താമസമാക്കിയത്. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ശങ്കരത്തിൽ കുടുംബാംഗങ്ങളുണ്ട്. ശങ്കരത്തിൽ കുടുംബമാകുന്ന ആ മഹാ വടവൃക്ഷത്തിന്റെ അംഗങ്ങൾക്കുള്ള പ്രത്യേകത ഞാൻ മുമ്പ് സൂചിപ്പിച്ചല്ലോ. പൂർവ്വര് കാണിച്ചു തന്ന സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, വിശ്വാസത്തിന്റെ പൈതൃകം അവരൊരിക്കലും നഷ്ടപ്പെടുത്തുന്നില്ല. കുടുംബം എന്ന് കേൾക്കുമ്പോൾ ശങ്കരത്തി കുടുംബ അംഗങ്ങളിൽ കൂടി ഒഴുകുന്ന, അവിടെ ശിരസുകൾ കൂടി നിർഗമിക്കുന്നതായ ആ സ്നേഹം അത് വളരെ വലുതാണ്. അതുകൊണ്ട് ശങ്കരത്തിൽ കുടുംബത്തിന്റെ ചരിത്രം വരും തലമുറയ്ക്ക് വളരെ പ്രയോജനമുള്ളതായി തീരണം. ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും അത് നല്ലവണ്ണം അറിയാമോ എന്ന് സംശയമാണ്. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതായ ശങ്കരത്തിൽ കുടുംബത്തിന്റെ ഈ ഡോക്യുമെന്ററി നിങ്ങൾക്കെല്ലാവർക്കും പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനുവേണ്ടി ഉത്സാഹിക്കുകയും അധ്വാനിക്കുകയും ചെയ്ത എല്ലാവരെയും നന്ദിപൂർവ്വം സ്മരിക്കുന്നു. അവരോട് എല്ലാവരോടുമുള്ള
സ്നേഹം ഈ സമയത്ത് അറിയിക്കുന്നു. ഈ ഡോക്യുമെന്ററിക്ക് തലനാട് കുടുംബത്തിന്റെ, ശങ്കരത്തിൽ കുടുംബത്തിലെ എല്ലാ പിതാക്കന്മാരുടെയും എല്ലാ വൈദികരുടെയും പേരുള്ള സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. വരും തലമുറയ്ക്ക് സ്നേഹത്തിന്റെ കൈത്തിരിയായി, സാഹോദര്യത്തിന്റെ തണലായി, വിശ്വാസത്തിന്റെ ആ ദീപശിഖ ഏന്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സർവേശ്വരൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ശങ്കരത്തിൽ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധമായ നന്മകളും നേരുന്നു. ദൈവം തമ്പുരാൻ ഉയരങ്ങളിൽ നിന്ന് എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് വാരി ചൊരിഞ്ഞു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തൊടുപുഴയ്ക്കടുത്ത് തലയനാട് പ്രദേശത്തും ഇവർ വാസമുറപ്പിച്ചിരുന്നതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാലയൂരിൽ നിന്നും വടക്കൻ പറവൂരിൽ നിന്നും പൂർവികന്മാർ കുറവിലങ്ങാട്ട് വരികയും ഇവിടെ വന്ന് ക്രിസ്തുസഭയുമായിട്ട് ബന്ധപ്പെട്ട് ആളുകളെ ക്രിസ്ത്യാനികളാക്കി മാറ്റിയ ആർക്കദീക്കന്മാർ അവരുടെ കല്ലറ ഇപ്പോൾ നമ്മുടെ പകലമാറ്റത്ത് ഉണ്ട്. അത് തെളിവായി തന്നെ എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിട്ട് ശങ്കരപുരി, പകലാമറ്റം, കള്ളി, കാളിയാങ്കൽ ഇത് 4 കുടുംബങ്ങളാണ് ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഈ 4 കുടുംബങ്ങളിൽ നിന്നും വിവിധ സഭകളിലേക്ക്, കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ആളുകൾ കുടിയേറി പാർക്കുകയും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ ഈ 4 ശാഖകളുടെയും ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. കുറവിലങ്ങാട്ട് നിന്നും വർഷങ്ങൾക്ക് മുമ്പ് പന്തളത്തേക്കൊക്കെ പോയ ശങ്കരത്തിൽ കുടുംബം ശങ്കരപുരിയുടെ പ്രധാനപ്പെട്ട ശാഖകളിൽ ഒന്നാണ്. ശങ്കരപുരി ഗ്ലോബൽ കുടുംബയോഗത്തിൻ്റെ ഭാഗമാണ് ശങ്കരത്തിൽ ഫാമിലിയും. അതുപോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാർത്തോമ സഭയിൽപ്പെട്ടതും ഓർത്തഡോക്സ്, യാക്കോബായ തുടങ്ങിയ എല്ലാ സഭകളിൽപ്പെട്ട ആളുകൾ ഈ ശങ്കരപുരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കം കുറവിലങ്ങാട്ടാണ്. എൻ്റെ കേന്ദ്ര കുടുംബയോഗം കുറവിലങ്ങാടായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ പഴയ വൈസ് ചാൻസലർ ഡോക്ടർ ശ്രീതം സാറാണ് ഈ സംഘടനയുടെ പ്രസിഡന്റ്. ശങ്കരപുരിയുടെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറിയായിട്ട് ഞാനും പ്രവർത്തിക്കുന്നു. പൂഞ്ഞാർ മഹാരാജാവിൻ്റെ ഭരണാധികാരത്തിന് കീഴിലായിരുന്നു കുറവിലങ്ങാട് മുതൽ തലയനാട് വരെയുള്ള പ്രദേശങ്ങൾ. പൂഞ്ഞാർ മഹാരാജാവും പന്തളം മഹാരാജാവും ഉറ്റ സ്നേഹിതന്മാരായിരുന്നു. രാജാക്കന്മാർ തമ്മിലുള്ള സ്നേഹ സംഭാഷണത്തിനിടയിൽ വിവിധ മേഖലകളിൽ വിദഗ്ധരായ ഈ കുടുംബത്തിലെ ആളുകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അവരെ പന്തളം കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. വൈദ്യത്തിലും വിദ്യയിലും തച്ചുശാസ്ത്രത്തിലും കളരി ഉൾപ്പെടെയുള്ള അഭ്യാസമുറകളിലും സിദ്ധ, മർമാണി തന്ത്രവിദ്യകളിലും മറ്റും അഗാധമായ പാണ്ഡിത്യമുള്ളവരായ ഇവർ പന്തളം രാജകൊട്ടാരത്തിൻ്റെയും നാടിൻ്റെയും പ്രീതി പിടിച്ചുപറ്റുകയും രാജാവിൽ നിന്ന് സ്ഥാനമാനങ്ങളും സമ്മാനങ്ങളും ലഭിക്കുകയും ചെയ്തതായി ചരിത്രത്തിൽ പറയപ്പെടുന്നു. രാജാവ് കൊടുത്തിരുന്ന സ്ഥാനനാമങ്ങൾ പണിക്കർ, തരകൻ, പിരമ്പർ. രാജാവിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം ഇവർ പന്തളം ദേശത്ത് താമസമുറപ്പിച്ചു. ശങ്കരത്തിൽ കുടുംബത്തെ സംബന്ധിച്ചും പന്തളം കൊട്ടാരത്തെ സംബന്ധിച്ചും ചരിത്രപരമായ പല കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കടക്കാട്, പന്തളത്തിനടുത്ത് കടക്കാടാണ് തലൈനാട്ട് പള്ളി. പഴയ പിതാക്കളെ അടക്കം ചെയ്ത ആ കല്ലറകളുമൊക്കെ ഇന്നും നമുക്കവിടെ കാണാൻ സാധിക്കും. പന്തളം രാജവംശം പണ്ട് തൊട്ട് തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും ഉൾക്കൊള്ളുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ പന്തളം രാജ്യത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അയ്യപ്പൻ്റെ കാലം തൊട്ട് തന്നെ നമ്മൾ നോക്കുമ്പോൾ മധുരയിൽ നിന്ന് നമ്മൾ കേരളത്തിൽ അന്നത്തെ തിരുവിതാംകൂറിലെത്തുകയും അന്ന് മധുരയിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന അനുയായികൾക്കെല്ലാം തന്നെ കടക്കാട് അവിടെ വാവൽ സമുദായത്തിൽപ്പെട്ട അവർക്ക് വേണ്ടിയിട്ട് അവിടെ പ്രത്യേക ആരാധനാലയങ്ങളും നടത്തിയിട്ടുണ്ട്. അതുപോലെ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവർക്ക് തുമ്പമൺ ദേശത്തും സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഇത് ശങ്കരത്തിൽ ഫാമിലി പറവൂരിലുള്ള ഒരു നമ്പൂതിരി സമുദായത്തിൽ നിന്നും ടിപ്പുവിൻ്റെ കാലത്ത് ആക്രമണകാരികളെ പേടിച്ച് അവർ കുറവലങ്ങാട് വരികയും അതുപോലെ തലൈനാട്ട് എന്ന് പറഞ്ഞ് തൊടുപുഴയ്ക്കടുത്ത്, അതൊക്കെ തൊടുപുഴയൊക്കെ തന്നെ അന്ന് പന്തളം രാജവംശത്തിൻ്റെ കീഴിലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ എത്തുകയും അവരിൽ കുറേ പേർ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെടുകയും പന്തളം രാജകുടുംബവുമായിട്ട് അവരുടെ അനുചരന്മാരായിട്ടും അതുപോലെ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കുവാൻ കാര്യസ്ഥരായിട്ടും ഒക്കെ തന്നെ പ്രവർത്തിച്ചിരുന്നു.
അവരുടെ ഒരു വിഭാഗം പന്തളത്ത് വരികയും നമ്മൾ പന്തളത്ത് ഇവിടെ സെറ്റിൽ ചെയ്യുന്ന സമയത്ത് അവരും നമ്മളോടൊപ്പം വരികയും അവർക്ക് വേണ്ട ആരാധനയ്ക്കുള്ള സ്ഥലവും ഇതെല്ലാം തന്നെ പന്തളം രാജകുടുംബത്തിൽ നിന്ന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അന്നുള്ള പഴയ റെക്കോർഡുകളെല്ലാം നമ്മുടെ പഴയ കൊട്ടാരങ്ങൾ തീപിടുത്തത്തിലേക്ക് നശിച്ചു പോവുകയുണ്ടായിട്ടുണ്ട്. നമുക്ക് ആ കാലഘട്ടത്തിലെ റെക്കോർഡൊന്നും ട്രേസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചരിത്രപരമായിട്ട് ഈ ശങ്കരത്തിൽ ഫാമിലിയും പന്തളം രാജകുടുംബവുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇന്ന് നമുക്ക് അതിൻ്റെ ഇപ്പോഴും അതിൻ്റെ ആ അവശിഷ്ടങ്ങളും കല്ലറകളെല്ലാം ഇവിടെ ഈ പന്തളം ഭാഗത്ത് തന്നെയുണ്ട്, കടക്കാട് ഭാഗത്തുണ്ട്. എല്ലാ വർഷവും കുംഭമാസത്തിലാണ് അവിടെ ഓർമ്മ പെരുന്നാൾ 2 ദിവസത്തെ നടത്തുന്നുണ്ട്. അപ്പം വളരെയധികം കുടുംബാംഗങ്ങൾ ആ ഫാമിലിയിൽ ഇപ്പോഴുമുണ്ട്. ഇവരെല്ലാവരും അതിൻ്റെ വേരുകൾ തേടിയുള്ള യാത്രയിലാണ്. അങ്ങനെ പന്തളം കൊട്ടാരത്തിൽ വരികയും ഈ പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുകയും അവർക്ക് വേണ്ട നമ്മൾ അന്നത്തെ കാലത്ത് അവർക്ക് വേണ്ട ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിൽ അവർ വളരെ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ കുടുംബത്തിലെ അച്ഛൻ ഇവിടെ വന്ന് നമ്മളുമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് വളരെ അടുത്തൊരു ബന്ധം. നമ്മൾ അന്നത്തെ കാലത്ത് എല്ലാ മതവിഭാഗത്തെ ഉൾക്കൊള്ളുവാനും എല്ലാ വിശ്വാസങ്ങളെയും നമ്മൾ അംഗീകരിക്കുവാനുള്ള ഒരു വളരെ ഹൃദയവിശാലതയോടുള്ള ഒരു മനസ്സുണ്ടായിരുന്നു അന്നത്തെ കാലത്തെ നമ്മളെ പൂർവികർക്ക്. നമുക്കതിൽ സന്തോഷമുണ്ട്. അയ്യപ്പ സ്വാമിക്കും അങ്ങനെ തന്നെയാണ്. അയ്യപ്പധർമ്മവും അതുതന്നെയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുക, ആ തത്വമസി പൊരുൾ. അതുപോലെ തന്നെ അവരും ആ കുടുംബത്തിൽ ഇപ്പോഴും അത് വെച്ച് പുലർത്തുന്നുണ്ട്, എല്ലാവരുമായി ബന്ധപ്പെടുന്നു. അത് വളരെ സന്തോഷമുണ്ട്. അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പന്തളം കൊട്ടാരവുമായിട്ട് അവർക്കുള്ള ഒരു ബന്ധം അവർ നിലനിർത്താൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ എന്നെന്നും അത് നന്നായിട്ട് പോകുവാൻ വേണ്ട വിധത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്വാമി ശരണം. ആ കാലഘട്ടത്തിൽ പൂർവിക പിതാക്കന്മാർക്ക് ആരാധനകളിൽ പങ്കെടുക്കുന്നതിനായി കടമ്പനാട് പള്ളി മാത്രമായിരുന്നു ആശ്രയം. ഇവരിൽ ആരെങ്കിലും ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുമ്പോൾ കടമ്പനാട് പള്ളിയിലായിരുന്നു സംസ്കാരം നടത്തിയിരുന്നത്. യാത്രാക്ലേശവും മറ്റ് ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കിയ പന്തളം രാജാവ് ആരാധനയ്ക്ക് വേണ്ടി തുമ്പമൺ എന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണികഴിപ്പിക്കുവാൻ ഈ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള വിശ്വാസികളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടവരെ സംസ്കരിക്കുവാനായി പന്തളത്തിനടുത്ത് കടക്കാട് എന്ന പ്രദേശത്ത് സ്ഥലം ക്രമീകരിച്ചു നൽകുകയും തൊടുപുഴയ്ക്കടുത്തുള്ള തലയനാട് പ്രദേശത്തു നിന്നും എത്തിച്ചേർന്നവരായതുകൊണ്ട് ആ സ്ഥലത്തിന് തലയനാട് എന്ന നാമം കൊടുക്കുകയും ചെയ്തു. അന്നു മുതൽ ഇവർ തലയനാട്ടുകാർ എന്ന നാമധേയത്തിൽ അറിയപ്പെടുകയും ചെയ്തു എന്നാണ് ചരിത്രം. ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബഹുമാന്യരെ, കർത്താവ് പ്രിയപ്പെട്ട എൻ്റെ സഹോദരീ സഹോദരങ്ങൾ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ശങ്കരത്തിൽ ആഗോള കുടുംബത്തിൻ്റെ തറവാട് വീടായ തലയനാട് പുണ്യപിതൃക്കളുടെ പുണ്യഭൂമിയിൽ നിൽക്കുമ്പോൾ വളരെയധികം സന്തോഷവും ഏറ്റവും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി തീരുവാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായി കരുതുകയാണ്. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ മാർത്തോമൻ സൈഹികമായിട്ടുള്ള ആ വാഴ്വോടുകൂടി അവിടുന്ന് സ്നാനമേറ്റ ശങ്കരപുരി കുടുംബത്തിൻ്റെ ഭാഗമായിട്ട് അതിൽപ്പെട്ടവർ വടക്കൻ പറവൂരിൽ നിന്ന് കുറവലങ്ങാടെത്തുകയും കുറവലങ്ങാട് നിന്ന് തലയനാടെത്തുകയും തലയനാട്ടിൽ നിന്ന് നമ്മുടെ പൂർവികർ പന്തളം രാജ്യത്ത് എത്തിച്ചേരുകയും അങ്ങനെ കടക്കാട് എന്ന ഈ സ്ഥലത്ത് അവർ തലയനാട്ടിൽ നിന്ന് വന്നവർ തലയനാട്ടുകാരെന്നറിയപ്പെടുകയും ചെയ്യുമ്പോൾ അവരുടെ പൂർവ്വ പിതാക്കന്മാരുടെ ആ വലിയ അത്ഭുത സിദ്ധികളും അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അവർ ഈ ലോകത്ത് നൽകിയതായ വെളിച്ചവും ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. അവരിവിടെ ഒരിക്കലും തടുക്കുവാനാവാത്ത തണൽ വൃക്ഷമായി അന്നു മുതൽ ഇന്ന് വരെയും ശോഭിക്കുകയാണ്. ഈ വലിയ തണൽ വൃക്ഷത്തിലാണ് ശങ്കരത്തിൽ കുടുംബവും തലയനാട് കുടുംബത്തിൻ്റെ ഓരോ മക്കളും ജാതി മത ഭേദമന്യേ ഇവിടെ വന്നണയുന്നത്. അത് നമുക്ക് എക്കാലത്തും അത് സാക്ഷ്യമാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ലഭിക്കുന്നതായ ഊർജവും ശക്തിയും ഇരുളു മാറ്റുന്ന, നിരാശ മാറ്റുന്ന പ്രകാശത്തിൻ്റെ ആ അനുഭവം പ്രാപിച്ചുകൊണ്ട് വളരെ ധൈര്യത്തോടു കൂടി ഇവിടെ ജീവിതം നയിക്കുന്നവരാണ് ഈ പ്രദേശത്തുള്ളവരും ഈ കുടുംബത്തിലെ അംഗങ്ങളും പ്രിയപ്പെട്ടവരും. അതൊരിക്കലും നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. ശങ്കരത്തിൽ ആഗോള കുടുംബത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത 2 കുടുംബശാഖകളാണ് ശങ്കരപുരിയുടെ ഭാഗമായ ചന്ദ്രത്തിൽ കുടുംബവും
ശങ്കൂരിക്കൽ കുടുംബവും. അത് നമ്മുടെ കുടുംബത്തിൻ്റെ പൂർവികമായ താഴ്വഴിയിലുള്ളവരാണ്. അവരുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ പൂർവിക ആചാര്യന്മാരായ ശങ്കരത്തിൽ മാത്യൂസ് കോറെപ്പിസ്കോപ്പായും പുലുത്തിട്ടയിൽ ഏബ്രഹാം കശീശായും ഒക്കെ അവർ പട്ടത്വം സ്വീകരിക്കുന്ന വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ചാണ്. അവിടെ ചെല്ലുമ്പോൾ ചന്ദ്രത്തിൽ കുടുംബവും ഈ ശങ്കൂരിക്കൽ കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ പിതാക്കന്മാർ എത്രയോ ബഹുമാനത്തോടും ആദരവോടും കൂടെ സ്വീകരിക്കുകയും സദ്യ ഒരുക്കുകയും ചെയ്തത് പൂർവികമായ പാരമ്പര്യം എൻ്റെ കാതുകളിൽ ഇന്നും മന്ത്രിക്കുകയാണ്. അവരെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. ആ ബന്ധം നാളിലേക്ക് തുടരട്ടെ എന്നാണ് പ്രാർത്ഥന. പൂർവികരുടെ 5 കബറുകൾ അവിടെ നിലനിൽക്കുന്നു. കബറിനോട് ചേർന്ന് ദേവാലയവും സ്ഥിതി ചെയ്യുന്നു. കുംഭമാസം 8, 9 അഥവാ ഫെബ്രുവരി 21, 22 തീയതികളിൽ ഈ പൂർവികരുടെ ഓർമ്മ ഭക്തി ആദരവോടെ കൊണ്ടാടുന്നു. എല്ലാ മാസത്തിലെയും 2ഉം 4ഉം ശനിയാഴ്ചകളിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയിലും ഫെബ്രുവരിയിൽ നടക്കുന്ന ഓർമ്മ പെരുന്നാളിലും കുടുംബാംഗങ്ങളും ധാരാളം വിശ്വാസികളും നേർച്ച കാഴ്ചകളോടെ വന്ന് സംബന്ധിച്ചു വരുന്നു. തലയനാട് പിതാക്കന്മാരുടെ പിൻതലമുറക്കാർ കേരളത്തിന് അകത്തും കേരളത്തിന് പുറത്തും ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും വിവിധ സഭകളിലുമായി പടർന്ന് പന്തലിച്ച് നിലകൊള്ളുന്നു. ഈ കുടുംബത്തിലെ ഒരു പിതാവിന് രോഗം ബാധിച്ചപ്പോൾ തലയനാട് പൂർവിക പിതാക്കന്മാരുടെ വിശ്വാസ ജീവിതം മനസ്സിലാക്കിയ പരുമല കൊച്ചുതിരുമേനി തൈലാഭിഷേകം നടത്തിയതായി പ്രത്യേകം ഓർക്കുന്നു. ഈ പിതാവിൻ്റെ കബറിടവും കുരമ്പാല സെൻറ് തോമസ് പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പൂർവിക പിതാക്കന്മാരുടെ പിൻതലമുറക്കാർ പന്തളം ദേശത്തുനിന്ന് കുമ്പഴ, മൈലപ്ര, നൂറനാട്, കറ്റാനം, മാവേലിക്കര, വടക്കുംപുറം, കിഴക്കുംപുറം, അഞ്ചൽ, തണ്ണിത്തോട്, തേക്കുതോട്, മണ്ണീറ, എലിമുള്ള്, കോന്നി, വകയാർ, ഞെക്കുകാവ്, കൂടൽ, പത്തനാപുരം, അടൂർ, പറക്കോട്, ഏഴംകുളം, ചിറ്റാർ, സീതത്തോട്, തിരുവനന്തപുരം, എറണാകുളം, കോതമംഗലം, യൂറോപ്യൻ രാജ്യങ്ങൾ വരെ പടർന്ന് ജീവിതം നയിച്ചു വരുന്നു. അനുഗ്രഹീതമായ പൗരോഹിത്യ പാരമ്പര്യം ദൈവം തമ്പുരാൻ സിദ്ധമായി നമുക്ക് നൽകിയതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് നമുക്ക് രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പേ നമുക്ക് നേർന്നു നൽകിയിട്ടുള്ള ശങ്കരത്തിൽ മാത്യൂസ് കോറെപ്പിസ്കോപ്പായും പുലുത്തിട്ട ഏബ്രഹാം കശീശായും പീടികയിൽ ഗീവർഗീസ് കശീശായും അതുപോലെ ശങ്കരത്തിൽ യോഹന്നാൻ കോറെപ്പിസ്കോപ്പായും ഒക്കെ ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിത്വങ്ങളാണ്. മുത്തച്ഛനും ജ്ഞാനശിഖാമണി ശാസ്ത്രി അച്ഛനും പാഴൂർ അച്ഛനുമൊക്കെ നമ്മുടെ ഈ കുടുംബത്തിൻ്റെ അഭിമാന ഭാജനങ്ങളാണ്. അവരെയൊക്കെ സ്മരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതായ അത്ഭുതകരമായ ശക്തിയും അതനുഭവിച്ചിട്ടുള്ള ഒരു പുരോഹിതനാണ് ബലഹീനായ ഞാനും. അഭിമന്യനായ ഡോക്ടർ ജോഷുവ മാർ നിക്കോദീമോസ് തിരുമനസ് സഹിതം ഇന്നും 10-20 പരം പുരോഹിതന്മാർ നമുക്ക് നേർന്നു നൽകുന്നു. ശങ്കരത്തിൽ ആഗോള കുടുംബത്തിൻ്റെയും ഓരോ കുഞ്ഞുമക്കളുടെയും ആചാര്യശ്രേഷ്ഠയുടെയും ബഹുമാനാദരവുകൾ തൃപ്പാദങ്ങളിൽ ആദരവോടെ സമർപ്പിക്കുന്നു. പ്രണാമം.